ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. വി.ഡി. സതീഷിനെതിരെ രൂക്ഷ വിമർശനവുമായി സുന്നി കാന്തപുരം വിഭാഗം. വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്നും പിന്മാറിയെന്ന വാദം തെറ്റ്. വെൽഫെയർ പാർട്ടിയെയും PDPയെയും ഒരുപോലെ കാണാനാകില്ല. സതീശന്റെ പ്രസ്താവന അപകടം ചെയ്യുന്നതെന്നും വിമർശനം. മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിൻവാങ്ങിയെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയാണ് വലിയ അപകടം ഉണ്ടാക്കുക. അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. RSS പോലുള്ള സംഘടനകൾക്കൊക്കെ വലിയ ഒരു ആയുധമാക്കാൻ പറ്റിയ ഒരു പ്രസ്താവനയാണത്. അത് വേണ്ട പോലെ പഠിക്കാതെ ജമാഅത്തെ ഇസ്ലാമിനെ മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷ നേതാവ് ഈ അഭിപ്രായം പറഞ്ഞതെന്നാണ് നമുക്ക് തോന്നുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വാങ്ങുന്നതിലല്ല പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ നടത്തിയ വിശദീകരണത്തിൽ മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്ന പ്രസ്താവന, അതാണ് കാന്തപുരം വിഭാഗത്തെ പ്രകോപിപ്പിച്ചതല്ലേ? ലക്ഷ്മി, അത് തന്നെയാണ് കാരണം. SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി പറയുന്നത് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ കുറേ നാളുകളായി UDFന് പിന്തുണ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു പുതുമ ഇല്ല. പക്ഷേ ഇതിലേറ്റവും അപകടകരം എന്ന് പറയുന്നത് വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദത്തിൽ നിൽക്കുന്നില്ല, അതിൽ നിന്ന് പിന്മാറി എന്ന തരത്തിൽ വി.ഡി. സതീശൻ ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസ്താവന അതാണ് അപകടം ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാനുള്ള ശ്രമമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. മറ്റ് തീവ്ര ഹിന്ദു നിലപാടുള്ള സംഘടനകൾ, RSS പോലെയുള്ള സംഘടനകൾ ഇത് വലിയ തോതിൽ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കും. അത് വലിയ അപകടം ചെയ്യും. അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വീകാര്യത കിട്ടുന്നതിനുകൂടി ഈ ഒരു നിലപാട്, ഈ ഒരു പ്രസ്താവന പ്രയോജനം ചെയ്യുമെന്നതാണ് ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിമർശനം. അതോടൊപ്പം തന്നെ PDPയുടെ പിന്തുണ LDFന് ഇന്നലെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിനെ രണ്ടിനെയും, വെൽഫെയർ പാർട്ടിയെയും PDPയെയും ഒരുപോലെ കാണാനാകില്ല എന്നുള്ള നിലപാട് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. MV ഗോവിന്ദൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ പറയുന്നത് PDP ഒരു പീഡിത വിഭാഗം എന്നായി കണക്കാക്കാനേ പറ്റൂ എന്ന് പറയുന്നത് അദ്ദേഹം ഇതിനെ ഏറെക്കുറെ ന്യായീകരിക്കുന്നു. അതായത് അബ്ദുൽ നാസർ മഅ്ദിനിയെ ഓർത്തുകൊണ്ടായിരിക്കാം, അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഓർത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ MV ഗോവിന്ദൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും അപകടം എന്ന് പറയുന്നത് വി.ഡി. സതീശന്റെ ഈ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുന്ന തരത്തിൽ, അവർ മതരാഷ്ട്രവാദം നിന്ന് പിന്മാറി എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ്. അങ്ങനെയല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിവിധ ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള അവരുടെ യോഗങ്ങളിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ യോഗങ്ങളിൽ നടത്തിയിട്ടുള്ള അവരുടെ പ്രസ്താവനകളുടെ വീഡിയോ കൂടി അദ്ദേഹം നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി. അത് ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ കേൾപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു വാദത്തിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല. അത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ പിന്മാറിയാൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന അത്യന്തം അപകടകരം ചെയ്യുന്നതാണ്. അത് ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശാനാണ് എന്നുള്ളതാണ് SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി പറയുന്നത്. ലീഗ് അടക്കമുള്ള കക്ഷികളുടെ ഇതിലെ നിലപാട് എന്താണ്? കഴിഞ്ഞ ദിവസം തന്നെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു, ഞങ്ങൾ ആരും തന്നെ വെൽഫെയർ പാർട്ടിയുമായി സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യം. ഈ കാലാകാലങ്ങളായി ഇരു രാഷ്ട്രീയ മുന്നണികൾക്കും പിന്തുണ കൊടുക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി. അപ്പോഴും ഇത്തരം പരാമർശങ്ങൾ ആരും തുറന്നു പറഞ്ഞിട്ടില്ല, ഇങ്ങനെ വെള്ളപൂശാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ലീഗ് അടക്കമുള്ള കക്ഷികളുടെ നിലപാട് എന്താണ് ഈ പ്രസ്താവനയിന്മേൽ? ലക്ഷ്മി, ലീഗിനും ഈ ഒരു പ്രസ്താവനയോട് യോജിപ്പില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വെൽഫെയർ പാർട്ടി, ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി ആദ്യമായല്ല ഒരു മുന്നണിയെ പിന്തുണയ്ക്കുന്നത്. മുമ്പ് LDFനെ പിന്തുണച്ചിരുന്നു. അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ UDFനെ തന്നെയാണ് പിന്തുണച്ച് വരുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അത് ഉണ്ടാവുകയും ചെയ്തതാണ്. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമല്ല. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക പിന്തുണയോ അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ മാറ്റമോ ഒന്നും തന്നെ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനകത്തൊരു അത്ഭുതമില്ല എന്നുള്ളത് SYS ഉൾപ്പെടെ പറയുന്നത്. പക്ഷേ ഇവരെ എല്ലാം തന്നെ അത്ഭുതപ്പെടുത്തിയത് വി.ഡി. സതീശൻ ആ പിന്തുണയെ ന്യായീകരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടി പറഞ്ഞിട്ടുള്ള വാദം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമൊന്നും പിന്നെ അവർ ഇപ്പോഴില്ല എന്ന തരത്തിൽ പറയുന്നത് ആ സംഘടനയ്ക്ക് അല്ലെങ്കിൽ അതിന് അവർക്ക് സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ പിന്തുണ കിട്ടുന്നതാണ്. അത് അപകടം ചെയ്യുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സമീപകാലത്തിൽ അവരിറക്കിയിട്ടുള്ള പുസ്തകങ്ങളിൽ പോലും ആ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. മതരാഷ്ട്രവാദം
വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ അഭിപ്രായം, അത് ഉറച്ചു നിൽക്കുന്ന തരത്തിലുള്ള അവരുടെ അഭിപ്രായം കഴിഞ്ഞ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലുണ്ട്, അവരുടെ യോഗങ്ങളിൽ അതെല്ലാം തന്നെ പറയുന്നുണ്ട്. അതിൽ ഒരു നേതാവിൻ്റെ പ്രസ്താവന കൂടി അദ്ദേഹം കേൾപ്പിക്കുന്നത്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡെമോക്രസിയും അത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് നമുക്ക് നിൽക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരും എന്ന അവരുടെ നേതാവ് പറയുന്ന വീഡിയോ കൂടി അദ്ദേഹം നമ്മളെ കേൾപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ ഈ സംഘടനകളെ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് വി.ഡി. സതീശൻ്റെ ആ ഒരു പ്രസ്താവനയാണ് ഏറ്റവും കൂടുതൽ അപകടം ചെയ്യുന്നത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു വി.ഡി. സതീശൻ പറയുന്ന ആ ഒരു നിലപാടിനോട് യോജിപ്പില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായി സംസാരിക്കുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ. വി.ഡി. സതീശന്റെ പ്രസ്താവനയിൽ കാന്തപുരം വിഭാഗത്തിന് അതൃപ്തി. അവർ അക്കാര്യം തുറന്നു പറയുകയാണ്. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫിയുടെ പ്രതികരണമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.